സച്ചിയെ കാണാൻ അനുപേട്ടൻ പോകും. വലിയൊരു കുടുംബത്തിലേക്ക് ചെന്ന് കയറണമെന്ന് എന്റെ ആഗ്രഹം ഈശ്വരൻ നടത്തിക്കൊടുത്തത് അച്ചുവിന്. അവൾ അവിടെ സന്തോഷമായി കഴിഞ്ഞ അവളെ കൊണ്ട് പലതും നേടാനുണ്ട് ഈ മീരയ്ക്ക്. കൊള്ളാം മോളെ, നല്ല ചായ. മോൾക്ക് നല്ല കൈപ്പുണ്യമുണ്ട്. അല്ല മോളെ, കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾ യാത്രയൊന്നും പ്ലാൻ ചെയ്തില്ലേ? ഇല്ല ചാ, സച്ചേട്ടന് നല്ല തിരക്കല്ലേ. അതെങ്ങനെ പെട്ടെന്നൊന്നും തീരില്ല മോളെ. അത് മാത്രമല്ല, സച്ചിക്ക് കമ്പനിയും കാര്യങ്ങളും കഴിഞ്ഞേ വേറെ എന്തോ ഉള്ളൂ. പതുക്കെയാണെങ്കിൽ പോലും മോള് തന്നെ മുൻകൈ എടുക്കണം. അവൻ അത്തരം കാര്യങ്ങളൊക്കെ പിന്നോട്ടാ. കുടുംബസമേതം എല്ലാവരും കൂടെ മധുരമീനാക്ഷി ഒന്ന് കാണാൻ പോണോന്ന് മോളുടെ കല്യാണത്തിന് മുമ്പ് പറഞ്ഞതാ. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടും അത് നടന്നില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടി ഒരു ദിവസം പോയാലോ? അത് വേണ്ട, നിങ്ങൾ രണ്ടുപേരും മാത്രം പോയാ മതി. കുറച്ചുകൂടെ ഒക്കെ അടുത്തറിയാനും കെയർ ചെയ്യാനും ഒക്കെ ഇങ്ങനെയുള്ള യാത്രകൾ ഗുണം ചെയ്യും മോളെ. എല്ലാരും കൂടി ഒരു യാത്ര അതെപ്പോ വേണമെങ്കിലും നടത്താലോ. സച്ചേട്ടൻ കുറച്ചൊന്ന് ഫ്രീ ആവട്ടെ, എന്നിട്ട് തീരുമാനിക്കാം. ഇതെന്താ എടുത്തി വിഷമിച്ച് നിക്കുന്നേ? എന്തു പറ്റി? ഒന്നുമില്ല. അത് കള്ളം. എടുത്ത് സങ്കടത്തോടെ എന്തോ ആലോചിച്ച് നിൽക്കുമായിരുന്നല്ലോ. എന്താ, എന്തു പറ്റി എടുത്തി? ഒന്നും ആലോചിച്ചില്ല. എന്തൊക്കെ ഉണ്ടാക്കണമെന്ന് ആലോചിച്ച് നിന്നതാ. അതാണ് കള്ളോന്ന് പറഞ്ഞത്. എടുത്തിക്ക് കള്ളം പറയാനും അറിയില്ല, അഭിനയിക്കാനും അറിയില്ല. കുറച്ചു നാളായില്ലേ ഞാൻ ഏട്ടത്തെ കാണുന്നു. ഏട്ടത്തിയുടെ ഓരോ ഭാവമാറ്റവും തിരിച്ചറിയാൻ എനിക്ക് പറ്റും. അയ്യോ, അങ്ങനൊന്നും ഇല്ല മോളെ. ഞാൻ വെറുതെ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് നിന്ന് പോയതാ. അതിന് ഇത്രമാത്രം സങ്കടം എന്തിനാ? ആരും ഏട്ടത്തിയെ വഴക്ക് പറഞ്ഞ പോലുണ്ടല്ലോ. എന്നെ ഒരു വഴക്ക് പറയാന്? നീ എന്തൊക്കെയാ മോളെ ആലോചിക്കുന്നത്? നീ ബുക്കിംഗ് തന്നെ, നിന്റെ സംശയമൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതവിടെ നിൽക്കട്ടെ. ഏട്ടത്തി വിഷയം മാറ്റണമെന്ന് നോക്കണ്ട. ഏട്ടത്തിയുടെ വിഷമങ്ങൾ എന്നോട് പറയാനുള്ള സ്നേഹം അടുപ്പൊന്നും ഏട്ടത്തിക്ക് എന്നോടില്ലെങ്കിൽ വേണ്ട, ഞാൻ ഒന്നും ചോദിക്കുന്നില്ല. മോളെ, നീ എന്താ കൊച്ചുകുട്ടികളെ പോലെ? നീ എന്റെ അനിയത്തിക്കുട്ടിയല്ലേ. നിന്നോടിപ്പോ എന്ത് ഒളിച്ചു വെക്കാനാ ഞാൻ? നിന്നോട് പറയാന് മാത്രമുള്ള പ്രശ്നമൊന്നുമില്ല. ഏട്ടത്തി വന്നതിന് ശേഷം എനിക്കൊരാശ്വാസമായത്. അച്ഛനും സച്ചേട്ടനും എല്ലാവരും എന്നോട് സ്നേഹമൊക്കെയാ, പക്ഷെ അവരെപ്പോഴും തിരക്കില്ല. പിന്നെ സന്ദീപേട്ടനാണെങ്കിൽ എന്നെ കളിയാക്കാനും എന്നോട് വഴക്കിടാനും മാത്രമേ അവന് നേരമുള്ളൂ. അവന്റെ കേട്ടത്തി എന്നെ ഒന്ന് മൈൻഡ് ചെയ്യാറ് പോലും ഇല്ല. അനഘയ്ക്ക് എന്നെ തീരെ ഇഷ്ടമല്ല. അതിന്റെ കാരണം എന്താന്ന് എനിക്കിതൊരു അറിയേയില്ല. അമ്മയില്ലാത്ത എന്റെ വിഷമം ഞാൻ ഒത്തിരി അനുഭവിച്ചിട്ടുണ്ട് ഏട്ടത്തി. ഒത്തിരി കരഞ്ഞിട്ടുമുണ്ട്. എനിക്കിപ്പോ ഏട്ടത്തിയോട് സംസാരിക്കുമ്പോ അമ്മയെ കിട്ടിയ പോലെയാ. അതുകൊണ്ടാ ഞാനിങ്ങനെ ഏട്ടത്തിയുടെ പുറകെ സാരത്തുമ്പ് പിടിച്ചുകൊണ്ട് നടക്കുന്നേ. എനിക്ക് എന്തിഷ്ടാന്നറിയാം ഏട്ടത്തിയെ. മോളെ, നീ എനിക്ക് എല്ലാമാ. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടം നിന്നെ. എനിക്ക് ആതിരെ മിസ് ചെയ്യാത്തത് നീ ഉള്ളതുകൊണ്ടാ. നിന്റെ എല്ലാമായിട്ട് ഏട്ടത്തിയുണ്ട് കൂടെ. പറ, എന്താ സംശയം? ഞാൻ പറഞ്ഞുതരാം. എനിക്ക് പറഞ്ഞുതരാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. വാ. അനുപേട്ടന്റെ വിഷമം എനിക്ക് മനസ്സിലാവും. പക്ഷെ ഈ കാര്യത്തിൽ നമുക്കിനി ഒന്നും ചെയ്യാനാവില്ല. എല്ലാവരുടെ സമ്മതപ്രകാരം നല്ലൊരു കുടുംബം നോക്കി അച്ചുവിനെ കല്യാണം കഴിപ്പിച്ചു വിട്ടു. അതോടെ തീർന്നു ഒരു ഏട്ടൻ എന്ന രീതിയിൽ നിങ്ങളുടെ എല്ലാ ഉത്തരവാദിത്വങ്ങളും. ഇനി
അവരുടെ കാര്യം നോക്കി നടന്ന് സ്വയം ഇല്ലാതാവുന്ന എന്തിനാ? പിന്നെ ഞാനൊന്നും കണ്ടില്ലെന്ന് നടിച്ച് ജീവിക്കണോ? ജീവിക്കണം. അച്ഛന്റെ ജീവിതം ഇങ്ങനെ ആയെങ്കിലേ അത് അവളുടെ വിധിയാ. ഏത് വീട്ടിലെ പ്രശ്നങ്ങളില്ലാത്ത ഒരു കുടുംബമാവുമ്പോ പല പ്രശ്നങ്ങളും ഉണ്ടാവും. അത് അവരവർ തന്നെ പരിഹരിക്കുകയും വേണം. നിങ്ങളുടെ അനിയത്തിക്ക് അതിനുള്ള കഴിവില്ലാതായിപ്പോയി. ഒക്കെ എന്നും കുറെ കണ്ണീര് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്നെ നോക്കി പേടിപ്പിക്കണ്ട, ഞാൻ പറയാനുള്ളത് പറയും. വിവാഹം കഴിഞ്ഞ് ഇത്രയായിട്ടും സച്ചിക്ക് ഇപ്പോഴും അവളെ ഇഷ്ടപ്പെടാനാകുന്നില്ലെങ്കിൽ കുഴപ്പം നിങ്ങളുടെ പെങ്ങടെ കൂടിയാ. എല്ലാവരും കൂടി ചേർന്ന് പിടിച്ച പിടിയാലെ ഈ വിവാഹം നടത്തിയില്ലായിരുന്നെങ്കിലേ ഈ വീട്ടിൽ ഒരു കെട്ടാച്ചിരക്കായി നിന്നേനെ നിങ്ങളുടെ പെങ്ങള്. അതിന് എടുത്തു പറയണോ ആരാണെന്ന്? പിന്നല്ലാതെ ചോദ്യം വ്യക്തമാണ്ടോ? നിന്റെ അർച്ചന എടുത്തി. ഓ, അർച്ചനേട്ടത്തി. അതെന്താ എന്റെ ഏട്ടത്തി? സ്വന്തം ഭാര്യയല്ലേ? അപ്പൊ എന്റെ ഭാര്യ എവിടുന്ന് ചോദിക്കുന്നല്ലേ ഭംഗി? നീ വെറുതെ തമാശ കളിക്കല്ലേ. അർച്ചന എവിടെ പോയി? ഓ, പ്രിയതമെ കാണാതെയുള്ള ടെൻഷനല്ലേ? കൊള്ളാലോ. നീ വെറുതെ കിന്നാരം പറയാതെ അർച്ചന എവിടാണെന്ന് പറ. ഇതിപ്പോ സജ്ജേട്ടന്റെ അവസ്ഥ വേണ്ട, അർച്ചനേട്ടത്തി ആരോ കടത്തിക്കൊണ്ടുപോയതുപോലെ തോന്നുമല്ലോ. നീ എന്റെ ക്ഷമയെ പരീക്ഷിക്കരുത്. ഇപ്പൊ ഭാര്യ സ്നേഹം അല്പം കൂടുതലാ. എന്റെ സച്ചേട്ടാ അർച്ചനേട്ടന്റെ ടെറസിലോ മറ്റോ പോയി കാണും. ചെന്ന് നോക്ക്. എനിക്ക് നിന്നോട് വളരെ സീരിയസ് ആയ ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അതിനുവേണ്ടിയാ ആരെയും കൂട്ടാതെ ഞാൻ തനിയെ വന്നത്. എന്താണ് ബേട്ട? എന്താ കാര്യം? പറയാം. എവിടെ എന്റെ ഭർത്താവ്? യാതൊരു മനസാക്ഷിത്വമില്ലാതെ ഒരു പാവം പെൺകുട്ടിയെ ചതിച്ച് കല്യാണം കഴിക്കുക, അതിലൂടെ സ്വന്തം അച്ഛനെയും കൂടെ പിറപ്പോലെയും കുടുംബത്തെയും വഞ്ചിക്കുക. ഇത് നിന്നെ പോലെ പണത്തിനും പദവിക്കും വേണ്ടി ചിന്തിക്കുന്നവന് മാത്രമേ കഴിയൂ. എനിക്ക് നിന്നോട് മാത്രമേ സംസാരിക്കാനുള്ളൂ. വാ. എനിക്ക് നിന്നോട് ഒരു കാര്യം മാത്രമേ ചോദിക്കാനുള്ളൂ. നീ ഇവിടെ സന്തോഷമായിട്ടാണോ ജീവിക്കുന്നത്? അതില് ഏട്ടനെന്താ എത്ര സംശയം? എന്നെ സന്തോഷത്തോടെയല്ലേ നിങ്ങൾ ഇവിടേക്ക് കല്യാണം കഴിപ്പിച്ചയച്ച്? സന്തോഷത്തോടെ നീ കല്യാണം കഴിച്ചു. പക്ഷെ കല്യാണശേഷം ആ സന്തോഷം നിനക്ക് ഇപ്പോഴും ഉണ്ടോ എന്നാ എന്റെ ചോദ്യം. അതെന്താണ് ബേട്ട ഇങ്ങനെ ഒരു ചോദ്യം? കല്യാണത്തിനന്ന് എല്ലാവരും സന്തോഷത്തിലായിരുന്നു, ഞാൻ ഒഴികെ. അനുപേട്ട, ഒരിക്കലും പ്രതീക്ഷിക്കാതെ നമുക്കൊന്നും സ്വപ്നം പോലും കാണാൻ കഴിയാത്തത്ര വലിയ സൗഭാഗ്യം എന്റെ പെങ്ങൾക്ക് വന്നു ചേർന്നപ്പോ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷത്തിലായിരുന്നു ഞാൻ. കല്യാണത്തിന്റെ അന്ന് വരെ. അനുപേട്ടന് അങ്ങനെയൊക്കെ തോന്നാൻ മാത്രം ഇവിടെ എന്താ ഉണ്ടായേ? നിന്റെ ഭർത്താവിന്റെ സ്വഭാവം എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അവന്റെ കയ്യിൽ കോടികളുടെ ആസ്തി ഉണ്ടാവാം, പക്ഷെ മനുഷ്യത്വമില്ല. ഞാനൊന്നും പറയില്ല അനുപേട്ട. തളരാനല്ല, എല്ലാ സത്യങ്ങളും നീ അറിയണം. ഒരേ സമയം രണ്ട് പെൺകുട്ടികളുടെ ജീവിതം തകർത്തവനവൻ. അവൻ പറയുന്നതെല്ലാം ഞാൻ നേരിട്ട് കേട്ടതാ. നിന്നെ അവന്റെ ജീവിതത്തിൽ ഭാര്യയായിട്ട് കാണാൻ കഴിയില്ലെന്ന്. ഈശ്വര, എല്ലാം അറിഞ്ഞിട്ടാണ് അനുപേട്ടൻ ഇവിടെ വന്നേ.
ഇവനെ അങ്ങനെ വിടാൻ പറ്റില്ല. ലോകം മൊത്തം അറിയട്ടെ നെല്ലിശ്ശേരി വീട്ടിലെ സച്ചിദാനന്ദന്റെ സ്വഭാവ മഹിമ. അനുപേട്ട അരുത്. ഇനി അഥവാ സച്ചിൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരാളെ സ്നേഹിച്ചതിന്റെ പേരിലല്ലേ? ആ തെറ്റ് തിരുത്താനും കൂടി ഞാൻ വന്നത്. എനിക്ക് അവന്റെ അച്ഛനോടും എല്ലാവരോടും സംസാരിക്കണം. സത്യങ്ങൾ എല്ലാവരും അറിയട്ടെ. ഇതിനൊരു തീരുമാനം ഉണ്ടാവണം. വേണ്ട അനുപേട്ട, അരുതാത്തതൊന്നും ചെയ്യരുത്. ഇതൊക്കെ അച്ഛനോട് പറഞ്ഞാ പിന്നെ ആ പാവം ജീവിച്ചിരിക്കില്ല എന്ന് കരുതി നിന്റെ ജീവിതം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നവനെ വെറുതെ വിടണമെന്നാണോ നീ പറയുന്നത്? അനുപേണ്ണ ഈ സത്യങ്ങളൊക്കെ ഇവിടെ വിളിച്ചു പറയുമ്പോ എല്ലാ പ്രശ്നങ്ങൾക്കും തീരുമാനം ഉണ്ടാവുന്നാണോ? നമ്മുടെ അച്ഛനും അമ്മയും അവർക്കിത് സഹിക്കാൻ പറ്റുമോ? അനുപേണ്ണ അറിഞ്ഞതും ഞാൻ അറിഞ്ഞതും നമ്മളിൽ തന്നെ ഇരിക്കട്ടെ. ഞാൻ സഹിച്ചോളാം. സച്ചേന്റെ മനസ്സ് മാറുമെന്നും എന്നെ പൂർണ്ണ മനസ്സോട് സ്വീകരിക്കുമെന്നും ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ആ പ്രതീക്ഷ എനിക്കുണ്ട്. അതില്ലാതാക്കരുത്. കടലോളം സ്നേഹം അവനു വേണ്ടി നീ കൊണ്ടു നടക്കുന്നുണ്ടെന്ന് അവൻ എന്താ മോളെ മനസ്സിലാവാത്തത്? എനിക്ക് വിശ്വാസം ഉണ്ട് അനുപേട്ട. ഞാൻ പറഞ്ഞില്ലേ, ഒരിക്കൽ സച്ചിൻ എന്നെ സ്നേഹിച്ചു തുടങ്ങും. അതിനുള്ള വഴി ഭഗവാൻ നമുക്ക് കാണിച്ചു തരും. മോളെ, ഇതുവരെ ആരോടും ഒരു ദ്രോഹം ചെയ്യാത്ത ആളല്ലേ ഞാൻ. ആ എന്നെ ഈശ്വരൻ കൈവിടുവോ? ഇപ്പൊ രണ്ടാൾക്ക് സന്തോഷമായല്ലോ. ചേട്ടനെ കണ്ടതിൽ അനിയത്തിക്കും അനിയത്തിയെ കണ്ടതിൽ ചേട്ടനും. ഇടയ്ക്കൊക്കെ വരണം. ഇവിടെ ആരും അന്യരല്ലല്ലോ. അർച്ചനയ്ക്കും ഞങ്ങൾക്കൊക്കെ നിങ്ങൾ വരുന്നത് സന്തോഷമുള്ള കാര്യമല്ലേ. അനിയത്തിയുടെ കാര്യമൊന്നും പറയണ്ട. കുറച്ച് സെൻസിറ്റീവ് സ്വഭാവക്കാരിയാണെന്ന് തോന്നുന്നു. അവളൊരു തൊട്ടാവാടിയാ. അധികമൊന്നും ഞങ്ങളെ പിരിഞ്ഞേക്കേണ്ട സാഹചര്യം അവക്കില്ലായിരുന്നു. എപ്പോഴും ഇടവും ബലമൊക്കെ ഞങ്ങളാരെങ്കിലും കാണുമല്ലോ. അതൊക്കെ ഒരു ഭാഗ്യം അനൂപേ. നെഞ്ചോട് ചേർത്ത് പിടിക്കാനും അവർക്ക് വേണ്ടി ജീവിക്കാനും ഒക്കെ കൂടപ്പുറപ്പുകളുള്ളത് ഒരു കണക്കിന് അനുഗ്രഹമാണ്. അവളെ ഞങ്ങൾ അങ്ങനെ വളർത്തിയത്. ഓർമ്മ വെച്ച കാലം മുതൽ അവൾ എന്റെ പിന്നാലെയായിരുന്നു. എന്റെ കണ്ണിലെ കൃഷ്ണമണി പോലെ ഞാൻ അവളെ കൊണ്ടു നടന്നത്. അവളുടെ മനസ്സൊന്ന് കലങ്ങിയ, ശബ്ദമൊന്ന് ഇടറിയ, എനിക്കത് സഹിക്കാൻ പറ്റില്ല. ഇങ്ങനൊരു ചേട്ടനുണ്ടെങ്കിൽ അനുജത്തിമാര് ഭാഗ്യം ചെയ്തവരല്ലേ. ഇനി അവളെപ്പറ്റി ആലോചിച്ച് സങ്കടപ്പെടണ്ട. അനൂപിനെ പോലെ തന്നെ സ്നേഹമുള്ളവനാ നമ്മുടെ സച്ചിയും. അല്ല, അർച്ചന ചേട്ടനോട് വരുന്നു എന്ന് പറഞ്ഞില്ലേ? പിന്നീട് ഞാൻ അവളെ വന്ന് കൊണ്ടുപോകണം. അതാ ഞാൻ പറഞ്ഞത്, ഇടയ്ക്ക് വരണം. എല്ലാരെയും കൂട്ടി വന്നാൽ അത്രയും സന്തോഷം. ഇനിയിപ്പോ അർച്ചനയ്ക്ക് നിങ്ങളെ എല്ലാരെയും കാണണമെന്ന് തോന്നിയാൽ എത്രയും വേഗം അങ്ങോട്ട് വിടുകയും ചെയ്യാം. അത് വേണ്ട. ഒറ്റയ്ക്ക് പറഞ്ഞു വിടുന്നതിന് മുമ്പ് എന്നെ വിളിക്കണം. ഞാൻ വന്ന് കൊണ്ടുപോകോളാം. ഏയ്, ഒറ്റയ്ക്കല്ല. അവളെ ഞങ്ങൾ ഒറ്റയ്ക്ക് പറഞ്ഞു വിടുവോ? എന്നാ പിന്നെ അച്ഛന്റെ കണ്ണ് നനയാൻ ഇടവരരുത്. എന്റെ ഭർത്താവ് എന്ത് തീരുമാനിച്ചാലും ഞാൻ അതിനൊപ്പം നിന്നല്ലേ പറ്റൂ. പക്ഷെ സച്ചേട്ടൻ ആരുടെ മുമ്പിൽ തല കുനിക്കുന്നതും അപമാനിതനാകുന്നതും എനിക്ക് സഹിക്കാൻ പറ്റില്ല. അതുണ്ടാവരുത്.
രണ്ടുപേരും തമ്മിൽ എന്തോ ഇഷ്യൂ ഉണ്ടല്ലോ. അനഘേച്ചി എന്താ എവിടെ ചുറ്റിത്തിരിയുന്നേ? അത് പിന്നെ സച്ചേട്ടൻ ഒന്ന് കാണാനാ ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. എന്നാ പിന്നെ തട്ടി വിളിച്ചാ പോരെ, ഇങ്ങനെ പരിഗണോ? അങ്ങനെയല്ലല്ലോ സന്ദീപ് ഏട്ടാ, അകത്ത് സച്ചേട്ടനുണ്ടോന്ന് അറിയണ്ടേ, അതിന് നിന്നതാ. ഞാൻ വിളിക്കാം. അയ്യോ വേണ്ട, ഇപ്പൊ വേണ്ട, ഞാൻ പിന്നെ ചോദിച്ചോളാം. അനുപേട്ട ഓഫീസിലേക്ക് വന്നപ്പോ ഞാൻ സഞ്ജുനോട് സംസാരിക്കുന്നത് അനുപേട്ടൻ കേട്ടു. അപ്പോ സുഹൃത്തുക്കൾക്കൊക്കെ അറിയാല്ലേ? ഞാൻ അവരോടെല്ലാം ഷെയർ ചെയ്യാറുണ്ട്. വേറെ ആരും ഇത് അറിയരുതെന്നായിരുന്നു എന്റെ ആഗ്രഹം. ഇനിയിപ്പോ ദേഷ്യത്തില് അനുപേട്ടൻ വീട്ടിൽ ചെന്ന് എന്തെങ്കിലും പറയൂ? എനിക്ക് ദോഷം വരുന്ന ഒരു കാര്യവും അനുപേട്ടൻ ചെയ്യില്ല, അത് മാത്രം എനിക്കറിയാം. ചേച്ചി, സച്ചിയേട്ടൻ അർച്ചനേട്ടത്തി തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? ഇല്ലല്ലോ. അല്ല, അവര് തമ്മിൽ എന്തോ പ്രശ്നമുണ്ട്. അത് നിനക്കെങ്ങനെ അറിയാം? ഞാൻ അറിഞ്ഞെന്ന് കൂട്ടിക്കോ. ചേച്ചി ശ്രദ്ധിച്ചിട്ടുണ്ടോ, കല്യാണം കഴിഞ്ഞതിന് ശേഷം സച്ചിയേട്ടന്റെ മൂഡില് ചെറിയൊരു മാറ്റം? അല്ലെങ്കിലും സച്ചി പൊതുവെ റിസർവ്ഡ് അല്ലേ? ആണ്, പക്ഷേ ഇപ്പൊ ആകെ ഒരുതരം നിരാശ മുഖത്ത് കാണും. അതൊന്നും ആയിരിക്കില്ല. പിന്നെ കമ്പനി ഒന്ന് എക്സ്പാൻഡ് ചെയ്യാനുള്ളൊരു പ്ലാൻ ഉണ്ട്, അതിന്റെ ടെൻഷനായിരിക്കും. അതൊന്നും അല്ല, അവര് തമ്മിൽ മുറിയിൽ വഴക്കൂടുന്നത് ഞാൻ കേട്ടതല്ലേ. മുഖത്ത് കരി. സച്ചേട്ടാ എന്തൊരു കോല അത്! സച്ചേട്ടാ, അവന് കിട്ടാവുന്ന ഏറ്റവും നല്ല ബന്ധം തന്നെയാ ഇത്. ഈ വിവാഹം കൊണ്ട് അവന് നല്ലത് മാത്രമേ ഉണ്ടാവൂ. അർച്ചനെ പോലൊരു പെൺകുട്ടി സച്ചിയുടെ ജീവിതത്തിലേക്കും നമ്മുടെ കുടുംബത്തിലേക്കും വരുന്നു എന്നതിൽ പരം ഭാഗ്യം നമുക്കൊന്നുമില്ല. എന്താ നോക്കുന്നേ? ഒന്നുമില്ല. ഒരേ പർച്ചേസിന് എങ്ങനെയാച്ചാ 2 GST ബില്ല് വരുന്നേ? 2 ബില്ലോ? ആ അതെ, 2 ബില്ലുകള്. ഇതില് 8 ലക്ഷത്തിന്റെ GST കാണുന്നു, ഇതില് 4 ലക്ഷത്തിന്റെ GST കാണുന്നു. രണ്ടും ഒരേ ഡേറ്റ് പർച്ചേസ് ആണല്ലോ, ഒരേ കമ്പനി, ഒരേ ഐറ്റങ്ങൾ. നോക്കി. അങ്ങനെ വരാൻ ഒരു സാധ്യതയില്ല മോളെ. കാരണം മാനേജരും സച്ചിയും അവന്തികയെ നോക്കി പരിശോധിച്ചതിന് ശേഷമാണല്ലോ ടാക്സ് അടയ്ക്കുന്നത്. നമ്മുടെ ഓഡിറ്റർ ഈ ഫയലുകളൊന്നും കാണാറില്ലേ അച്ഛാ? തീർച്ചയായും കാണും. പിന്നെങ്ങനെയാ ഇങ്ങനെ വരുന്നേ?
ഇതില് ഏതാണ് ഒറിജിനൽ ബില്ലെന്നും ഏത് GST തുകയാണ് അടച്ചതെന്നും അറിയണം. നമ്മള് ഏതെങ്കിലും തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റ് വെൻഡേഴ്സുമായിട്ട് ചെയ്യാറുണ്ടോ? എന്നുവെച്ചാ പർച്ചേസിന്റെ ടോട്ടൽ തുകയിൽ കുറവ് കാണിച്ച് കുറഞ്ഞ GST അടയ്ക്കാൻ വേണ്ടി ഒരു ബില്ലും ബാക്കി തുക ക്യാഷായും കൊടുത്തുകൊണ്ട്. എന്റെ അറിവിൽ ഇതുവരെ അങ്ങനെയൊന്നും ചെയ്തതായിട്ട് മോളെന്താ അങ്ങനെ ചോദിച്ചത്? അല്ലച്ചാ, ചില കമ്പനികള് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ചിലര് ഫേക്ക് GST ബില്ലുകൾ പോലും വെച്ച് ടാക്സ് തട്ടിപ്പ് നടത്താറുണ്ടല്ലോ. പക്ഷേ ഇന്നത്തെ കാലത്ത് അതൊക്കെ പോസിബിൾ ആണോ മോളെ? അങ്ങനെ ചോദിച്ചാ അല്ല. പക്ഷേ നമ്മൾ ന്യൂസ് കേൾക്കാറില്ലേ, കോടികളുടെ GST തട്ടിപ്പെന്നൊക്കെ? അതൊക്കെ എങ്ങനെയാച്ചാ, പിടിച്ച 100% പെനൽറ്റി ഉണ്ട്. ചിലപ്പോ ജയിൽ ശിക്ഷ വരെ കിട്ടിയെന്ന് വരാം. അച്ഛൻ പേടിക്കണ്ട, ഇതൊക്കെ സച്ചേട്ടനും ഏട്ടത്തെയൊക്കെ നോക്കിയിട്ടുണ്ടാവുമല്ലോ. അവർക്കറിയായിരിക്കാം, ചോദിച്ചു നോക്കിയാ മതി. ഈ ബില്ലില് വേണ്ട. അത് അർച്ചന തന്നെ പറയും. നിങ്ങൾ 3 പേർക്കും കണ്ടുപിടിക്കാൻ കഴിയാതെ പോയത് അച്ചുവാ കണ്ടുപിടിച്ചത്. ഒന്നുമില്ല എടുത്തേ, പർച്ചേസ് ബില്ലിലും GST ബില്ലിലും ചില വ്യത്യാസങ്ങൾ കാണുന്നുണ്ട്. അത് നിനക്കെങ്ങനെ മനസ്സിലായി? എല്ലാം ഒരേ ഡേറ്റിലുള്ള പർച്ചേസ്, ഒരേ ഐറ്റങ്ങള്. പക്ഷെ 2 ബില്ലുകള്, 2 GST റേറ്റ്. ഒന്നില് 8 ലക്ഷം, ഒന്നില് 4 ലക്ഷം. ഇതില് ഏതാണ് ശരിയെന്ന്? ഓഫായല്ലോ. എന്നും ഓർക്കുന്നതാ കിടക്കുമ്പോ ചാർജ് ചെയ്യണമെന്ന്. ഒരിക്കലും ചെയ്യൂല. ആ മോളെ, ആ ഫോണും തരുമോ? ആതിരെ വിളിക്കാനാ. എന്റെ ഫോൺ ചാർജ് ഇല്ലാതെ ഓഫായി പോയി. ഇത് ഏട്ടത്തിയുടെ സ്ഥിരം പരിപാടിയാണല്ലോ. ഇങ്ങനെയാണെങ്കിലേ ഏട്ടത്തി ചാർജർ കഴുത്തി കെട്ടിടുന്നതാ നല്ലത്. അതൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. ഇവളെവിടെ പോയി? ഇപ്പൊ എന്നെ വിളിച്ചു വെച്ചതല്ലേ ഉള്ളൂ. ഏട്ടത്തി ഒന്നുകൂടെ വിളിച്ചു നോക്ക്. ദാ മോളെ, ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ആ ഫോണിൽ വന്നേ. നിന്നോട് 100 തവണ പറഞ്ഞിട്ടുണ്ട് എന്റെ ഫോൺ എടുക്കരുത്. എത്ര പറഞ്ഞാലും നിനക്ക് മനസ്സിലാവില്ലല്ലേ? പോരെ? ഇല്ല പോരാ. ഇതിനകത്ത് രഹസ്യങ്ങളുണ്ടോ? ഉണ്ടടി ഉണ്ട്. നിന്നെ കെട്ടിക്കാനുള്ള രഹസ്യം എന്താ അറിയണം? കാര്യം സന്ദീപ വേണ്ട. നിങ്ങൾ എന്താ കൊച്ചുകുട്ടികളെ പോലെ? മോളെ, ഞാൻ ഫോൺ കൊടുക്കത്തില്ല. കൊടുക്കില്ല. ഏട്ടത്തി വന്നതിന് ശേഷം ഇവൾക്കെതിരെ കൂടുന്നുണ്ട്. അധികം ലാളിക്കണ്ട. അവന്റെ ഫോൺ നേരെ കാമുകിമാരായിരിക്കും. അതല്ലേ ഫോൺ എടുക്കുമ്പം എവിടെ ഉണ്ടെങ്കിലും അവൻ പറന്നു വരുന്നേ. അതേടി, കാമുകിമാരെ ക്യൂ നിൽക്കുക. അതിന് നിനക്കെന്ത് വേണം? എനിക്ക് ഇത്തിരി ഗ്ലാമർ കൂടിപ്പോയി. അതിനിപ്പോ ഞാനെന്ത് ചെയ്യാനാ? ഓ പിന്നെ ഒരു സ്വയം പൊങ്ങി വന്നേക്കുന്നു. അയ്യ, നിനക്ക് ആര് നോക്കാനാ? ഓ, ഒരു സുന്ദരം വന്നേക്കുന്നു. കണ്ടാലും മതി. ഇതാരാ?
ഡാച്ച അച്ഛാ സമാധാനപ്പെട്. നമുക്കെല്ലാം വിശദമായിട്ട് നോക്കാം. ടെൻഷൻ ആവണ്ട. ഞാൻ പറഞ്ഞപ്പോ ചേച്ചിക്ക് എന്തായിരുന്നു ഭാവം? ഓവർ കോൺഫിഡൻസ് ആയിരുന്നല്ലോ. എന്നെ ചോദ്യം ചെയ്യാൻ ആരാ ഉള്ളതെന്ന്. എന്നിട്ടിപ്പോ എന്തായി? എന്താവാൻ? ഒന്നും ആയില്ലേ? നിങ്ങൾ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ കണക്കുകള് നിമിഷ നേരം കൊണ്ട് അവള് കണ്ടുപിടിച്ചില്ലേ? അത് മാനേജർ നോക്കിക്കോളും. അതിന്റെ മറുപടി മാനേജർ പറഞ്ഞോളൂ. അത് അങ്കിളിന് ബോധ്യപ്പെടുന്ന ചേച്ചിക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ മാനേജർ മാത്രം ചെയ്താണെന്ന് വിശ്വസിക്കാൻ അങ്കിൾ ആദ്യമായിട്ടല്ലല്ലോ ബിസിനസ് ചെയ്യുന്നതും അതിന്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നതും. അതിനുള്ള ജാമ്യം ഞാൻ ആദ്യമേ എടുത്തിട്ടുണ്ട്. അച്ഛൻ ആശുപത്രി കിടന്നപ്പോ ഞങ്ങൾക്കൊന്നും ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ലാന്ന്. കൊള്ളാം. പക്ഷെ മാനേജർ പെടുമെന്ന് തോന്നുന്ന അവസ്ഥയില് അയാള് ചേച്ചിയെ ഒറ്റ കൊടുക്കില്ലേ? അങ്ങനെ ചെയ്യില്ല. എന്നെ ഒറ്റ കൊടുത്തിട്ട് അയാൾക്ക് മാത്രം രക്ഷപ്പെടാൻ ഞാൻ സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അതിന് ചേച്ചിയുടെ സമ്മതം എന്തിനാ ആൾക്ക്? ചേച്ചി തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. അയാൾക്ക് നഷ്ടപ്പെടാൻ ഈ ജോലി അല്ലാതെ വേറെ എന്താ ഉള്ളത്? ഈ കമ്പനി അല്ലെങ്കിൽ വേറെ കമ്പനിയിൽ അയാൾ ജോലിക്ക് കയറും. പക്ഷെ നമ്മളതാണോ? നമ്മുടെ നഷ്ടം അത്രയ്ക്ക് ചെറുതാണോ? ഇനിയൊന്നും പറയണ്ട. കണക്കുകൾ മൊത്തം പരിശോധിക്കണം. എവിടേക്കോ എന്തൊക്കെയോ നടക്കാൻ പാടില്ലാത്തത് നടന്നിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞ കാരണങ്ങളൊന്നും വിശ്വസിക്കാൻ കഴിയാത്തതാ. അർച്ചന നിസ്സാരക്കാരിയല്ല.